ഹായ് കൂട്ടുകാരെ, ഇന്ന് നല്ല കുഞ്ഞു മഷ്റൂം കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഇത് വേണ്ട, ഇത് ഇന്ന് തോരൻ വെക്കാനായിട്ട് പോവാൻ ഞാൻ കാണിക്കാവേ. മഷ്റൂം ഞാൻ മഞ്ഞളും ഉപ്പും ഇട്ട വെള്ളത്തിൽ നന്നായിട്ട് ഇട്ട് വെച്ചേക്കുവാണ്. ഇതെല്ലാം ക്ലീൻ ചെയ്തിട്ട് ഇട്ട് വെച്ചതാണ്. ഇനി ഇതെല്ലാം വെള്ളമെല്ലാം നന്നായിട്ട് ഊറ്റി കളഞ്ഞിട്ട് എടുക്കാവേ. കൂണ് തോരൻ വെക്കാൻ വേണ്ടിയുള്ള ഐറ്റംസാണ് ഇതൊക്കെ. തേങ്ങ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് പച്ചമുളക്, നമ്മൾ ഇതിന് പെരിഞ്ജീരകമാണ് ഉപയോഗിക്കുന്നത്. പിന്നെ കുറച്ച് വെളുത്തുള്ളിയുണ്ട്, ഒരു വെളുത്തുള്ളി, പിന്നെ കുറച്ച് ഉള്ളി. ഇതെല്ലാം കൂടെ ഒന്ന് ചതയ്ക്കണം. ഈ പരുവത്തിൽ കിട്ടണം. ഒത്തിരി അങ്ങ് അരിഞ്ഞു പോകാതെ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. പാൻ അടുപ്പ് വെച്ചു, അത് ചൂടായിട്ടുണ്ട്. എണ്ണയൊക്കെ നല്ല കട്ടയായിട്ടായിരിക്കുന്നത്. ഇവിടെ നല്ല തണുപ്പാണ്, അതുകൊണ്ട് വെളിച്ചെണ്ണയൊക്കെ കട്ടയായിട്ടായിരിക്കുന്നത്. കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടാൻ തുടങ്ങി. അരപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. നന്ന് ചൂടായി വരുമ്പം നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ച മഷ്റൂം ഇട്ട് കൊടുക്കാവേ. ലേശം ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇതിനകത്തെ വെള്ളമെല്ലാം വറ്റി വരുമ്പോൾ അതെല്ലാം ചെറുതായി പോകും. മഷ്റൂം ഇതിനകത്ത് ഒത്തിരി വെള്ളം വരും ഇപ്പോഴേ. ഇനി നമുക്ക് അടച്ചു വെക്കാം. ഇത് കണ്ടോ, നമ്മൾ ഒട്ടും വെള്ളം ചേർത്തിട്ടില്ലായിരുന്നു. മഷ്റൂമിനകത്തെ വെള്ളം തന്നെ ഇറങ്ങുന്ന കണ്ടോ. ഇതിന് ഒത്തിരി വെള്ളമുണ്ട് ഇതിൽ. ഇനി ഇതെല്ലാം പറ്റിച്ചെടുക്കണം. ഇനി കൂണിലെ വെള്ളമെല്ലാം നന്നായിട്ട് പറ്റിയോ നമുക്കൊന്ന് നോക്കാവേ. അതാ വെള്ളമെല്ലാം പറ്റി നല്ല റെഡി ആയിട്ടിരിക്കുക. കണ്ടോ, വെള്ളമെല്ലാം പറ്റി നല്ല ഡ്രൈ ആയിട്ട് ഇരിക്കുകയാണ്. നമ്മൾ ആദ്യം വെച്ചപ്പോൾ ഒത്തിരി ക്വാണ്ടിറ്റി കൂടിയ പോലെ തോന്നിയില്ലേ? ഇത് ഇപ്പം നോക്ക്, അല്ല വെള്ളമെല്ലാം പറ്റി വന്നപ്പം കൂണിൻ്റെ അവസ്ഥ ഇതാണ്. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഉപ്പൊക്കെ പാകത്തിനാണ്. ടേസ്റ്റി.